ശ്രീ എം ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഇത് ഒന്ന് നോക്കൂ, ഏതെല്ലാം കോണുകളിൽ നിന്നാണ് എതിർപ്പ് ഉയരുന്നത്. ഒരുപക്ഷെ UDFന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയ ക്രൈസ്തവ സഭകൾ ഒന്നാകെ ഈ തീരുമാനത്തിനെതിരായിട്ട് രംഗത്ത് വരികയാണ്. ഓർത്തഡോക്സ് സഭ വരുന്നു, ലത്തീൻ സഭ വരുന്നു, ഇപ്പോൾ മാർത്തോമ സഭ വരുന്നു. അങ്ങനെ ഉള്ള സഭകൾ ഒന്നടങ്കം രംഗത്ത് വരുന്നു. മുസ്ലിം ലീഗ്, സമസ്ത, അങ്ങനെ വേണ്ട നമുക്ക് കൺമുന്നിൽ കാണാവുന്ന എല്ലാ സംഘടനകളും ഈ ഒരു തീരുമാനത്തിനെതിരെ രംഗത്ത് വരികയാണ്. ഇവിടെ ഇപ്പോൾ ഈ ലഹരി കുറഞ്ഞ മദ്യം വിൽക്കുന്നു എന്നതല്ലല്ലോ അതിലെ കാതലായ വിഷയം. ഈ മദ്യത്തിന് വലിയ തോതിൽ നികുതി ഇളവ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എവിടെയോ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, ഇത്തരത്തിൽ നികുതി ഇളവ് നൽകിയാൽ വിൽപ്പന വർദ്ധിക്കും, അതുകൊണ്ട് വരുമാനം കൂടും എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറച്ചപ്പോൾ അതിൻ്റെ വിൽപ്പന കൂടി, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ് വർദ്ധിച്ചപ്പോൾ അതിൻ്റെ വിൽപ്പന കുറഞ്ഞു. അങ്ങനെ ചില ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ലഹരി കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വല്ലാത്ത താല്പര്യം, ഒരു പിടിവാശി മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ശ്രീ ജയചന്ദ്രൻ. ഷമി, അത് മാത്രമല്ല, ഈ പാർലമെന്ററി ജനാധിപത്യത്തെ നിർദ്ദയം അപമാനിക്കുകയാണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ കഴിയില്ല. കാരണം ഇത് ഇപ്പൊ നമ്മൾ ഇന്ന് ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത് മദ്യ നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭ പിരിയുന്നവരെയുള്ള ദിവസങ്ങളിലൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു? സ്വന്തം പാർട്ടിയോടോ സ്വന്തം മുന്നണിയോടോ ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാതെ വിവാദ പ്രഖ്യാപനങ്ങൾ മുഴുവൻ നിയമസഭയിൽ അടക്കം നടപ്പാക്കുക, പിന്നെ പുറത്ത് അതിനെ സംബന്ധിച്ച് ന്യായീകരിച്ച് പറയുക, ആരതിനെ സംബന്ധിച്ച് എതിർത്താലും ശരി അതൊന്നും ബാധകമല്ല എന്ന മട്ടിൽ നിസ്സാരവൽക്കരിക്കുക. ഇതിനേക്കാൾ പിന്നെ ഈ മികച്ച നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഈ പാർലമെന്ററി ജനാധിപത്യത്തെ അപമാനിക്കാൻ ആർക്ക് കഴിയും ഷമ്മി? ഇത് ഇന്ന് ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗത്തിന്റെ നേതാക്കളാണ് എതിർപ്പ് പറഞ്ഞതെങ്കിൽ ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും അവരായിരുന്നില്ല. പിന്നെ മറ്റ് കോൺഗ്രസിലെ തന്നെ ആൾക്കാർ എതിർത്തിരുന്നു, തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥിരമായി പറയുക മാത്രമല്ല, അദ്ദേഹമാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നത് തന്നെ. അതുകൊണ്ടാണ് ചർച്ചയായത്. ഇപ്പോ അദാനി പോർട്സ് അവരുടെ ഓഹരിയുടെ 49% മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കൊടുക്കുന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് പ്രതിപക്ഷമാണല്ലോ, പ്രതിപക്ഷ നേതാവാണല്ലോ. അതിനോട് എന്താണ് ഇവരുടെ സമീപനം? ഇതിനോടെന്താണ് സമീപനം? ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും, ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, പാർലമെന്ററി ജനാധിപത്യത്തെ, നാട്ടിൽ നിലനിൽക്കുന്ന, രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ അപമാനിക്കുന്ന നിലയാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിലെല്ലാം നിരന്തരം പ്രകടിപ്പിക്കുന്നത്. ഇത് എന്നിട്ടും ഒരു മനോഭാവമായി, ഒരു മുഖ്യമന്ത്രിയുടെ പതിവായിട്ടുള്ള മനോഭാവമായി ഇതിനെ വിലയിരുത്താൻ അദ്ദേഹത്തിന് ചുറ്റും അണിനിരന്നിരിക്കുന്ന ഒരു മാധ്യമ പടയുണ്ട്. അവരിപ്പോഴും തയ്യാറാവുന്നില്ല. കേരളത്തിന്റെ താല്പര്യങ്ങളെ മാത്രമല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പാർലമെന്റ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ പോലും നിരന്തരം കശാപ്പ് ചെയ്യുകയാണ് ഇത്തരം നടപടികളിലൂടെ ഈ മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾ ഇനിയെങ്കിലും ഉറക്കെ വിളിച്ചു പറയാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ് ഇതിലെ ഒന്നാമത്തെ പാഠം. ആ പാഠത്തിൽ നിന്ന് ഉള്ള തുടർച്ചയായിട്ടായിരിക്കും ബാക്കി വിഷയങ്ങളിലേക്ക് അവർക്ക് തന്നെ പ്രവേശിക്കേണ്ടിയും വരിക. അതാണ് ഇപ്പൊ കാണുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി, പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നത് ഷമി. ഈ കോൺഗ്രസിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കളടക്കം ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മംഗലാപുരം യാത്രയെ സംബന്ധിച്ചിപ്പോൾ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉയർന്നു വരുന്നു. ഒപ്പം തന്നെ ഈ കാര്യത്തിലും, ഈ മദ്യനികുതിയുടെ കാര്യത്തിലും സമാനമായ ഒരു സംശയം ഉയർന്നു വരികയാണ്. ഈ കർണാടകയിലെ മദ്യ ലോബിയുമായിട്ടുള്ള ബന്ധം, അത് കേരളത്തിലേക്ക് ഏത് രീതിയിൽ അതിനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ചർച്ചകൾ ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒന്നും ഒരു വിഷയമായി കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച സ്വകാര്യ ഫ്ലൈറ്റിനെ സംബന്ധിച്ചൊരു ചോദ്യം ഉയരുകയാണ്. ആ ചോദ്യത്തിന് ഇതുവരെ ഒരു മറുപടി കിട്ടുന്നില്ലല്ലോ ശ്രീ ജയചന്ദ്രൻ. ഏതാണ്ട് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 12 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിനായിട്ട് ആ ഫ്ലൈറ്റ്, സ്വകാര്യ ഫ്ലൈറ്റ്
ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പണം ആര് നൽകി? ആരാണ് അതിന് ഫിനാൻസ് ചെയ്തത്? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ഇടതുപക്ഷ നേതൃത്വത്തിന് ആയിരുന്നു ഇത്തരത്തിൽ ഒരു ഫ്ലൈറ്റ് എടുത്തതെങ്കിൽ അതിൻ്റെ പിന്നിലെ പുകിലും അതിൻ്റെ പിന്നിലെ ചർച്ചയും എന്താകുമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു വിഷയവും അഡ്രസ്സ് ചെയ്യേണ്ട, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അതെ, അല്ല, ഇത് കഴിഞ്ഞ ഗവൺമെന്റ് പൊതുവായ ആവശ്യങ്ങൾക്ക് എന്ന് പരസ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതിന്റെ വിമർശനങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇത് കാണുന്ന പ്രേക്ഷകരും ഇപ്പൊ അത് പെട്ടെന്ന് ഓർക്കുമല്ലോ. അതിനൊന്നും അപ്പോൾ തന്നെ ഗവൺമെന്റ് മറുപടി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ നിരന്തരം വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നല്ലോ. ഇനിയിപ്പോ ഞാനിപ്പോ താങ്കൾ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഈ മംഗലാപുരം യാത്ര ഇതുവരെ വ്യക്തമാക്കപ്പെടാത്ത, ആ രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്താത്ത ഒരു നിലയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിന്റെ പിന്നിൽ ഇപ്പോ മനസ്സിലാക്കപ്പെടുന്ന കാര്യം, മെയ് 1 ആ ദുരൂഹ യാത്രയുടെ ഉള്ളടക്കം ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായിട്ടുള്ള MSCയുമായിട്ടുള്ള ചർച്ചകളുടെ ഏതാണ്ട് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിരുന്നു എന്ന് തന്നെയാണ് അനുമാനിക്കപ്പെടുന്നത്. അത് ആ അനുമാനം കൃത്യമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് മുമ്പോട്ട് ഓരോ ദിവസവും വെളിവാകുന്ന കാര്യങ്ങളുടെ ഉള്ളടക്കവും. ഇനിയിപ്പോ അടുത്ത ബുധനാഴ്ചയാണല്ലോ ക്യാബിനറ്റ്. ഞാൻ ഇപ്പോഴേ പറയാം എന്താണ് ഇക്കാര്യത്തിൽ അടുത്ത ബുധനാഴ്ച വരാൻ പോകുന്ന തീരുമാനം എന്നുള്ളത്. ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഗവൺമെന്റ് ഇക്കാര്യം പുനഃപരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അത് തീരുമാനിക്കുന്നത് വരെ ഈ കാര്യങ്ങൾ, ഇതിന്റെ തുടർ നടപടികൾ നിർത്തിവെക്കണം എന്ന് അദാനിയോട് അഭ്യർത്ഥിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഗവൺമെന്റ് ഇക്കാര്യം പരിഗണിച്ചൊരു തീരുമാനം എടുക്കുന്നത് വരെ നിങ്ങളുടെ ഓഹരി കൈമാറ്റ നടപടികൾ നിർത്തിവെക്കണമെന്ന് അദാനി കമ്പനിയോട് നിർദ്ദേശിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നൊരു തീരുമാനം അടുത്ത ബുധനാഴ്ച നമ്മളെല്ലാം കേൾക്കാൻ പോകുന്നു. ഞാനിത് പിന്നെ മുൻകൂറായി പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഇതിനൊക്കെ കടിഞ്ഞാണെന്ന് ഇടാനല്ല, ഒന്ന് പരിശോധിക്കാൻ പോലും KC വേണുഗോപാൽ ആവേശത്തോടെ കേരളത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നയപരമായ കാര്യങ്ങളിൽ, മറ്റു പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ ഇടപെടലുകളിൽ ഒക്കെ പാർട്ടിയായിട്ട് ആലോചിക്കുക തന്നെ വേണം, വേണ്ടി വന്നാൽ ഹൈക്കമാൻഡുമായിട്ട് ആലോചിക്കണം എന്നൊക്കെ ദയനീയമായി പറയുന്നുണ്ട് അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ. എങ്കിലും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചാണ് മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നത്. ഇപ്പോ മുംബൈ ലിജുവിന്റെ ഒരു പ്രസ്താവന പറയുന്നത് കേട്ടല്ലോ, 23 വയസ്സായ എന്തൊരു മനുഷ്യനാണ് ലിജുവിനൊക്കെ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്, പരസ്പരം ഞങ്ങൾ. അദ്ദേഹം ഇങ്ങനെ അടിഞ്ഞുകൂടും എന്ന് വിചാരിച്ചില്ല. സ്വന്തം നിലപാട് പറയാനെങ്കിലും തയ്യാറാവണ്ടേ? അതിന് പകരം പിണങ്ങി നടന്നാൽ മതിയോ? മുഖ്യമന്ത്രിയോട് പിണങ്ങി മാറി നടക്കുക, അത് സ്വന്തം നിലപാട് മാധ്യമങ്ങളോട് പോലും പറയാൻ കഴിയാതെ വരുന്ന നില ആയി മാറുക, ഇതൊക്കെയാണ് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു മന്ത്രിയാണെന്ന് ഓർക്കണം, എക്സൈസ് വകുപ്പ്, അദ്ദേഹത്തിനാണ് ഇങ്ങനെ മിണ്ടാതെ പോകേണ്ടി വരുന്നത്. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വിമർശനം ഉയർന്നു വരുന്നു, ആ വിമർശനത്തിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയായിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം ഈ സമൂഹത്തോട് നൽകാനുള്ള ബാധ്യതയില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് റദ്ദാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ആരോടും ആൻസറബിൾ അല്ലാത്ത ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? ഇപ്പോൾ KC വേണുഗോപാലിനെ പോലെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം പറയുന്നു കേരളം ഭരിക്കുന്നത് BJP അല്ല എന്ന് പറയേണ്ടി വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കേരളത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഈ പറയുന്ന അദാനിക്കാണെങ്കിലും ബെക്കാഡിക്കാണെങ്കിലും കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരോടും ആൻസറബിൾ അല്ലാത്ത, പാർട്ടിയോട് ആൻസറബിൾ അല്ല, മുന്നണിയോട് അത്തരത്തിൽ ഉത്തരവാദിത്വമില്ല, തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സംവിധാനത്തിൽ VD സതീശൻ ഉയർന്നു കഴിഞ്ഞു. ഏതർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ആ ഒരു സാധ്യത ഉണ്ടായി വരുന്നത്? എങ്ങനെയാണ് അദ്ദേഹം ഈ സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളായി മാറുന്നത്? താങ്കൾ ചൂണ്ടിക്കാണിച്ച KC വേണുഗോപാലിന്റെ പ്രസ്താവനയിൽ ഡിക്റ്റേഷൻ നൽകുന്നത് പാർട്ടിയല്ല, പാർട്ടി നേതൃത്വമല്ല, അത് മറ്റാരോ ആണ് എന്ന്
പരസ്യമായി വ്യംഗ്യമായി സമ്മതിക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന, താങ്കൾ സൂചിപ്പിച്ച പ്രസ്താവനയോട് മിനിഞ്ഞാന്ന് ചെയ്തത്. ഡിക്റ്റേഷൻ കൊടുക്കുന്നത് മറ്റാരോ ആണ്, അല്ലെങ്കിൽ മറ്റാരൊക്കെയോ ആണ്, അത് പാർട്ടിയല്ല എന്നുള്ളത് വ്യക്തമായ സൂചന തന്നെയാണ് കെ സി വേണുഗോപാൽ അവിടെ നൽകിയത്. എന്തിന് ഇന്നിപ്പോ നമ്മൾ തുടങ്ങിയ ചർച്ചയില് ഈ സഭാ പിതാവിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട്. എന്താണ് അതിനുശേഷം വെളിയിൽ ഇറങ്ങിയപ്പോ മാധ്യമങ്ങളോട് ചെന്നിത്തല പ്രതികരിച്ചത്? ഈ ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം അത് UDF ചർച്ച ചെയ്യുമത്രേ. ഒന്ന് കേൾക്കണം. UDF ചർച്ച ചെയ്യുമത്രേ. ആഭ്യന്തരമന്ത്രിയുടെ മറ്റൊരു തലകുനിച്ച പ്രസ്താവനയാണ്. പൊതുസമൂഹത്തിന് മുമ്പിൽ തലകുനിച്ച് നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ പോരാ, ശരിയായ അർത്ഥത്തിൽ ഉദീരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. UDF നേതൃത്വം ഇതൊക്കെ പരിശോധിക്കുമെന്ന്. അങ്ങനത്തെ സാധനമുണ്ടോ? UDF കൺവീനർ വാ തുറന്നിട്ട് എത്ര കാലമായി? ഷമി, ഇത്രയും നാളായിട്ട് UDF കൺവീനർക്ക് വാ വിളിച്ചെന്നെങ്കിലും പറയാനായിട്ട് തോന്നിയോ? ഈ മാധ്യമങ്ങൾക്ക് തോന്നിയോ? UDF കൺവീനർ മിണ്ടുന്നില്ലല്ലോ, അദ്ദേഹം മിണ്ടണമെന്നെങ്കിലും പറയാൻ തോന്നിയോ? ഇല്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞതാണ്, മറ്റ് ആരുടെയോ ഡിക്റ്റേഷനാണ് ഈ ഗവൺമെന്റിലൂടെ ഇപ്പൊ നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളത് പൊതുവിൽ ആ വിഭാഗങ്ങളെല്ലാം, UDFുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെല്ലാം മന്ത്രിമാരടക്കം പരസ്യമായി തലകുനിച്ച് നിൽക്കുകയാണ്. ഇനി അതിന് പ്രായശ്ചിത്തം എന്താണെന്നുള്ളത് ആരെ തീരുമാനിക്കേണ്ടത്? പാർട്ടി. ആ പാർട്ടിക്കോ തലയില്ലെന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്തിരിക്കുന്ന ആളിന് അദ്ദേഹത്തിനും മിണ്ടാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് തലയില്ല എന്ന് ഞാൻ ആ വാക്ക് തന്നെ പറഞ്ഞത്. അതാണ് അവിടുത്തെ അവസ്ഥ. പാർട്ടിയിലില്ല, മുന്നണിയിലില്ല, ഗവൺമെന്റിലും ഇല്ല സതീശനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് പരസ്യമായി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മുഖ്യമന്ത്രി എന്ന് പറയാൻ. ബാക്കി സുധീരനെ പോലുള്ളവർ പറയുന്ന വിമർശനങ്ങളെല്ലാം വെറുതെ വൃഥാവിലായി പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോ UDF നേരിടുന്ന ദുര്യോഗമാണിത് കേട്ടോ. കേരളത്തിലെ ജനങ്ങളല്ല, അത് മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങളല്ല, ജനങ്ങൾ പ്രതികരിക്കും. അത് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നതിന് കൂടുതൽ ശക്തിയായിട്ട് വരികയും ചെയ്യും. പക്ഷേ ഇത് കേരളത്തിന് ദുര്യോഗമാണ്. അത് മനസ്സിലാക്കണം. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായും ജയചന്ദ്രൻ, ഇപ്പോ ഈ ശേഷാദ്രിനാഥന്റെ കാര്യത്തിലൊക്കെ എടുക്കുന്ന ഒരു തീരുമാനം നമ്മളൊന്ന് കാണുകയല്ലേ? PM നിയാസിനെ പോലെ ഒരു KPCC ജനറൽ സെക്രട്ടറി ഒന്ന് കാണാൻ വന്നിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ലഭിക്കുന്നില്ല. അത് മാത്രവുമല്ല, ഗവർണർ ഡിജിറ്റലായി ആ തീരുമാനം ഒപ്പുവെച്ച് ആ തീരുമാനം നടപ്പിലാക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏത് രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത്, ഇപ്പോൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ, ഓരോ തീരുമാനങ്ങളും ഇപ്പം നമ്മൾ കണ്ടതാണ്. MG സർവകലാശാല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല, അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഈ പറയുന്നത് പോലെ BJPയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഒരു നേരിയ പ്രതിഷേധം പോലും ഉയർത്താൻ സംസ്ഥാന സർക്കാരോ അവരുടെ യുവജന സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ ഒന്നും തയ്യാറാകുന്നില്ല. ഇതൊരു വല്ലാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ലോക്ഭവൻ എന്ന് പറയുന്ന ഗവർണറുടെ ഓഫീസും ഗവൺമെന്റുമായി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുള്ളത് കൊണ്ട് തന്നെയാണ് ഗവർണർ സ്ഥലത്തില്ലെങ്കിൽ വേണ്ടെന്നേ ഗവർണർ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകി ആ തീരുമാനം നടപ്പിലാക്കുക എന്നങ്ങോട്ട് നിർദ്ദേശം പോയി. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ, സംസ്ഥാനത്ത് പുറത്തുള്ള ഗവർണർ ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ ശേഷാദ്രിനാഥന്റെ തീരുമാനം നടപ്പിലാക്കുന്നത്. ആലോചിച്ചോളൂ, സ്ഥലത്തില്ലാത്ത ഗവർണറെ അങ്ങോട്ട് ഇന്റിമേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ ആ തീരുമാനം അംഗീകരിപ്പിക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശം പോവുകയാണ്. ആർക്കു വേണ്ടിയാണ് നിർദ്ദേശം? UDF ഗവൺമെന്റിൽ നടപ്പാക്കുന്ന ഈ തീരുമാനം നടപ്പിലാക്കുന്നത് സംഘപരിവാറിന് വേണ്ടിയാണ്, BJPക്ക് വേണ്ടിയാണ്. എന്താ സംശയം? അപ്പൊ അത്തരം തീരുമാനങ്ങൾ സംഘപരിവാറും BJPയും കോൺഗ്രസുമായിട്ട് നഗ്നവും പരസ്യവുമായ വീഴ്ച നമ്മൾ കാണുകയാണ് ഈ നടപടിയിലൂടെ. അത് തന്നെയാണ് താങ്കൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോ ഇവര് പറഞ്ഞു നടക്കുന്ന എപ്പോഴും എന്താണ്? CPM-ഉം BJPയുമായി അന്തർധാര. ഈ അന്തർധാര CPM-ഉം BJPയുമായിട്ടല്ല, കോൺഗ്രസുമായിട്ടാണെന്ന് എന്നും പറഞ്ഞു പോരുന്ന ഒരാളാണ് ഞാൻ ചാനൽ ചർച്ചകളിലെല്ലാം. ഇപ്പൊ അത് കൂടുതൽ നഗ്നമായി വെളിപ്പെടുകയും കൂടെയാണ്. അതിനെയും കൂടെ തെളിവാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി. തീർച്ചയായും ശ്രീ ജയചന്ദ്രൻ,